നമസ്കാരം. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ 49-ാം പേജിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും കൂടി ഓർമ്മിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, അതായത് ഒരു വൃത്തത്തിലെ ഡയമീറ്റർ അല്ലാത്ത വ്യാസമല്ലാത്ത ഒരു ഞാൺ ഈ വൃത്തത്തെ രണ്ടായിട്ട് ഭാഗിക്കുന്നുണ്ട്. ഒരു വലിയ ചാപവും ഒരു ചെറിയ ചാപവും. ഇവിടെ APB എന്ന വലിയ ചാപവും AQB എന്ന ചെറിയ ചാപവും. ഈ AB എന്ന ഈ ഞാൺ വൃത്തത്തെ APB എന്ന വലിയ ചാപവുമായിട്ടും AQB എന്ന ചെറിയ ചാപവുമായിട്ടും ഭാഗിക്കുന്നു. ഈ വലിയ ചാപത്തിലെ ഒരു ബിന്ദുവാണ് P. അപ്പോൾ ഈ ഞാണിന്റെ എൻ പോയിന്റ്സ്, ഈ കോഡിന്റെ എൻ പോയിന്റ്സ് ഈ വലിയ ചാപത്തിലെ ബിന്ദുവുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ കോഡിന്റെ എൻ പോയിന്റ്സ് ഇതിന്റെ ഈ വൃത്തത്തിന്റെ കേന്ദ്രവുമായി ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ആംഗിളിന്റെ പകുതിയാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്, അല്ലെ? അതായത് AOB എന്ന ആംഗിൾ 140 ഡിഗ്രി ആണ് എങ്കിൽ ഈ APB എന്ന ആംഗിൾ ഈ 140ന്റെ പകുതിയാണ്. 140ന്റെ പകുതി എത്രയാണ്? 140ന്റെ പകുതി 70 ഡിഗ്രി, അല്ലെ? അപ്പം ഈ ആംഗിൾ APB എന്ന ആംഗിൾ 70 ഡിഗ്രിയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. അതുപോലെ ഈ ചെറിയ ചാപത്തിലെ ഒരു ബിന്ദുവുമായി ഈ കോഡിന്റെ എൻ പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ AQB എന്ന് പറയുന്ന ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 180ൽ നിന്ന് ഈ കോഡിന്റെ എൻ പോയിന്റ്സ് ഇതിന്റെ ഈ വൃത്തത്തിന്റെ കേന്ദ്രവുമായി ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന AOB എന്ന ആംഗിളിന്റെ പകുതി, അതായത് 180ൽ നിന്ന് ഈ 140ന്റെ പകുതി. 140ന്റെ പകുതി എത്രയാണ്? 70, അല്ലെ? ആ 180ൽ നിന്ന് 70 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 110 ഡിഗ്രിയാണ് എന്ന് നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ദിവസം പഠിച്ച ഈ കാര്യം നിങ്ങളുടെ 9ാം ക്ലാസ്സിൽ നിങ്ങളുടെ വൃത്തങ്ങളിൽ നിങ്ങളുടെ ചാപത്തിന്റെ കേന്ദ്രകോണിനെ പറ്റിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അതുമായിട്ട് ബന്ധപ്പെടുത്തി ഇതേ കാര്യം തന്നെ പറയുകയാണ്. അപ്പം നമ്മൾ 9ാം ക്ലാസ് പഠിച്ചതാണ്, ഒരു വൃത്തത്തിലെ ഏത് രണ്ട് ബിന്ദുക്കളും ഒരു വൃത്തത്തെ രണ്ടായിട്ട് ഭാഗിക്കുന്നുണ്ട്, അല്ലെ? അപ്പം ഇവിടെ രണ്ട് ബിന്ദുക്കൾ ഞാൻ എടുത്തിരിക്കുകയാണ്. ഈ രണ്ട് ബിന്ദുക്കൾ ഈ വൃത്തത്തെ രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ ചാപവും ഇതൊരു ചെറിയ ചാപവും. ഈ രണ്ട് ബിന്ദുക്കളും ഞാൻ ഈ വൃത്തത്തിന്റെ കേന്ദ്രവുമായിട്ട് യോജിപ്പിക്കുകയാണ്. കേന്ദ്രവുമായിട്ട് യോജിപ്പിക്കുന്നു. അപ്പൊ ഇതിലെ ഓരോ ചാപത്തിനും മറ്റേ ചാപത്തിന്റെ മറുചാപം എന്നാ പറയുന്നത്. അപ്പൊ ഈ ചാപത്തിന്റെ മറുചാപമാണിത്, അല്ലെങ്കിൽ ഈ ചാപത്തിന്റെ മറുചാപമാണിത്. ഈ ആർക്കിന്റെ ആൾട്ടർനേറ്റ് ആർക്കാണിത്, അല്ലെങ്കിൽ ഇതിനെ കോംപ്ലിമെന്ററി ആർക്ക് എന്നും പറയും, പൂരക ചാപം എന്ന് പറയും. മറുചാപം അല്ലെങ്കിൽ പൂരക ചാപം എന്ന് പറയും. അപ്പം ഈ ആർക്കിന്റെ മറുചാപമാണ് ഈ ആർക്കിന്റെ കോംപ്ലിമെന്ററി ആർക്കാണിത്, അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആർക്കാണിത്, അല്ലെങ്കിൽ ഈ ആർക്കിന്റെ ആൾട്ടർനേറ്റ് ആർക്കാണിത്. ഈ കോണിനെ ഞാൻ C എന്നും ഈ കോണിനെ ഞാൻ D എന്നും എടുക്കുകയാണ്. ഈ C എന്ന് പറയുന്നത് ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. D എന്ന് പറയുന്നത് ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. നമ്മുടെ സെൻട്രൽ ആംഗിൾ എന്താണെന്ന് നമ്മുടെ സെൻട്രൽ ആംഗിളിനെ പറ്റി നമ്മൾ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഒരു ചാപത്തിന്റെ കേന്ദ്രകോണം അതിനെ പറ്റി നമ്മൾ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്? എന്താണ്? അതായത് ഈ ചാപത്തിന്റെ എൻ പോയിന്റ്സ്, ഈ ചാപത്തിന്റെ അഗ്രബിന്ദുക്കൾ ഇതിന്റെ ഈ വൃത്തത്തിന്റെ കേന്ദ്രവുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇതിനാണ്, ഈ കോണിനാണ് ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്, അല്ലെ? സെൻട്രൽ ആംഗിൾ. നമ്മൾ ഈ ചാപത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? 2πr × x/360 എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഈ ചാപത്തിന് നീളം കണ്ടുപിടിക്കുന്നത് നമ്മൾ ഈ 2πr പെരിമീറ്റർ 2πr × ഈ കേന്ദ്രകോൺ ഡിവൈഡഡ് ബൈ 360 എന്നൊക്കെ നമ്മൾ 9ാം ക്ലാസ് പഠിച്ചു, ഓർമ്മയുണ്ടല്ലോ? ഈ സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് πr² × x/360 എന്ന് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ, അല്ലെ? അപ്പൊ അതായത് ഈ ചാപത്തിന്റെ കേന്ദ്രകോണം എന്ന് പറയുന്നത് ഈ ചാപത്തിന്റെ എൻ പോയിന്റ്സ് അതിന്റെ ഈ വൃത്തത്തിന്റെ കേന്ദ്രവുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ആംഗിളിനാണ് ഈ ചാപത്തിന്റെ കേന്ദ്രകോൺ അല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്, അല്ലെ? AQB എന്ന ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഈ ആംഗിൾ C എന്ന് പറയുന്നത്. അതേപോലെ APB എന്ന ഈ ചാപത്തിന്റെ മറുചാപത്തിന്റെ AQB എന്ന ചാപത്തിന്റെ മറുചാപമായ APB എന്ന ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ആംഗിൾ D എന്ന് പറയുന്നത്, അല്ലെ? അപ്പം ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ ചാപത്തിന്റെ എൻ പോയിന്റ്സ് എന്താണ് ഇതിന്റെ വൃത്തത്തിന്റെ കേന്ദ്രവുമായി ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ആംഗിളിനാണ് ഈ AQB എന്ന ആംഗിളിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. ഞാനതൊന്നുകൂടെ പറയാം. ഈ സർക്കിളിൽ രണ്ട് ബിന്ദുക്കളാണ് എയും ബിയും. ഈ എയും ബിയും ഈ സർക്കിളിനെ രണ്ടായിട്ട് ഭാഗിക്കുന്നുണ്ട്. APB എന്ന ഒരു വലിയ ആർക്കും
AQB എന്ന ചെറിയ ആർക്ക്. നമ്മൾ നേരത്തെ കോഡ് വരച്ചിട്ടാണ് ഭാവിച്ചത് അല്ലേ? ഇവിടെ നമ്മൾ കോഡ് വരയ്ക്കാതെ ഈ രണ്ട് ബിന്ദുക്കൾ മാത്രം എടുക്കുന്നു. AQB എന്ന ചെറിയ ആർക്കിന്റെ ആർട്ടേറ്റ് ആർക്കാണ് APB. തിരിച്ചും പറയാം, APB എന്ന ഈ വലിയ ആർക്കിന്റെ മറുചാപമാണ് എന്താണ് AQB. AQB എന്ന ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിളാണ് ആംഗിൾ AOB. അതിനെ നമ്മൾ C എന്നെടുത്തു. അപ്പം ഈ APB എന്ന സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് അല്ലേ? ഇത് 120 ആണ് എങ്കിൽ ഇതൊന്നും എത്രയായിരിക്കും? 360 മൈനസ് 120 അല്ലേ? അപ്പം ആംഗിൾ AOB C എന്ന് പറയുന്നത് 120 ആണ് എങ്കിൽ C 120 ആണ് എങ്കിൽ D എന്ന് പറയുന്നത് 360 മൈനസ് 120 സമം D എന്ന് പറഞ്ഞാൽ 240 ആയിരിക്കും. AQB എന്ന ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആണ് എങ്കിൽ APB എന്ന ഈ മറുചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 240 ഡിഗ്രി ആയിരിക്കും അല്ലെ? അപ്പൊ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്താണ് 360 ഡിഗ്രി കിട്ടും അല്ലെ? ഞാൻ ഈ വലിയ ആർക്കിലെ ഈ P എന്ന ബിന്ദുവുമായിട്ട് ഞാൻ ഈ രണ്ട് ബിന്ദുക്കൾ എയും ബിയും കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ APB എന്നൊരു ആംഗിൾ കിട്ടി. അതുപോലെ ചെറിയ ചാപത്തിന്റെ ബിന്ദുവാണ് Q. ആ എയും ബിയും ഞാൻ Q ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നു. അപ്പൊ AQB എന്നൊരു ആംഗിൾ കിട്ടി. കഴിഞ്ഞ ദിവസം പഠിച്ചു എന്താണ്? അപ്പൊ APB എന്ന് പറയുന്നത് ഈ ആംഗിളിന്റെ അളവ് എത്ര ഡിഗ്രിയാണ്? APB എന്ന് പറയുന്നത് ഈ ആംഗിളിന്റെ അളവ് ഇതിന്റെ പകുതിയാണ് അല്ലെ? C/2 ആണ്. ഈ APB എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ കോണിന്റെ പകുതിയാണ് അല്ലെ? ഇനി ഈ AQB എന്ന് പറയുന്നത് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ ചെയ്യും. ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്തായിരുന്നത് 180 മൈനസ് C/2. 180 മൈനസ് C/2. ഈ ചിത്രം നോക്കിയേ. ഇവിടെ ഈ ആംഗിൾ APB എത്ര ഡിഗ്രിയാണ്? ആംഗിൾ APB 140ന്റെ പകുതി അല്ലേ? 140ന്റെ പകുതി എത്രയാണ്? 70 ഡിഗ്രി. 70 ഡിഗ്രിയാണ് ആംഗിൾ APB എന്ന് പറയുന്നത് അല്ലേ? ഇനി ആംഗിൾ AQB എത്ര ഡിഗ്രി? AQB നമ്മൾ എന്താ ചെയ്യുന്നത്? 180 മൈനസ് 140ന്റെ പകുതി. 140ന്റെ പകുതി എത്രയാണ്? 70. അപ്പൊ 180 മൈനസ് 70 സമം എത്ര? 110 ഡിഗ്രിയാണ് ഈ ആംഗിൾ അല്ലേ? എന്നെ നമ്മളോട് ശ്രദ്ധിക്കുക. അപ്പം ഈ AQB എന്ന ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ ആണ് AOB അല്ലെ? ആ AOB സമം 140 ഡിഗ്രി ആണ് എങ്കിൽ ഇതിന്റെ മറുചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ, ഇതിന്റെ ഈ AQBയുടെ മറുചാപമായ APB, ആ APBയുടെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? അതായത് ഇത് മൊത്തം 360 ഡിഗ്രി അല്ലേ? ഈ 360 നിന്ന് നമുക്ക് 140 കുറച്ചാൽ പോരെ? ഇത് 220 ഡിഗ്രി അല്ലെ? അപ്പൊ ഈ ആംഗിൾ 140 ഡിഗ്രി ആണ് എങ്കിൽ ഇതിന്റെ മറുചാപത്തിലെ ഇതിന്റെ ഈ APB എന്ന ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 220 ഡിഗ്രിയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഈ P എന്ന് പറയുന്നത് ആംഗിൾ APB എന്ന് പറയുന്നത് 140ന്റെ പകുതി എത്ര? 70 ഡിഗ്രിയാണ് അല്ലെ? ഈ AQB എന്ന് പറയുന്നത് 110. ഈ 110 എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? 220, 110. 220ന്റെ പകുതിയല്ലേ? അപ്പം ഇതിന്റെ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ പകുതിയാണ്. അപ്പം ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇതിന്റെ പകുതിയാണ്. അതായത് ഈ വലിയ ചാപത്തിലുള്ള ഈ കോൺ APB എന്ന് പറയുന്ന കോൺ എന്താണ്? ചെറിയ ചാപത്തിന്റെ സെൻട്രൽ ആംഗിളായ 140ന്റെ പകുതിയാണ്. അതുപോലെ ഈ ചെറിയ ചാപത്തിലെ കോണായ AQB എന്ന് പറയുന്നത് വലിയ ചാപത്തിന്റെ സെൻട്രൽ ആംഗിളായ 220ന്റെ പകുതിയാണ്. 110 ഡിഗ്രി അല്ലേ? അതായത് ആംഗിൾ APB എന്ന് പറയുന്നത് സിയുടെ പകുതി, C/2 ആണ് അല്ലെ? C/2 ആണ് എങ്കിൽ ആംഗിൾ AQB എന്ന് പറയുന്നത് എന്താണ്? D/2 എന്നും പറയാം അല്ലെ? അപ്പം AQB എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചത് AQB എന്ന് പറയുന്നത് 180 മൈനസ് C/2 അല്ലെ? ഇപ്പൊ നമ്മൾ കണ്ടു. ഇത് AQB എന്ന് പറയുന്നത് 180 മൈനസ് C/2 അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ AQB എന്ന് പറയുന്നത് D/2 എന്നും പറയാം. ഞാൻ പറയാം, APB എന്ന് പറയുന്നത് AQBയുടെ സെൻട്രൽ ആംഗിളിന്റെ പകുതി C/2 ആണ്. ഈ ചെറിയ ചാപത്തിലെ ആംഗിളായ AQB എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് രണ്ട് പറയാം, 180 മൈനസ് C/2 അങ്ങനെയും പറയാം. ഇപ്പൊ നമ്മൾ പഠിച്ചതാണ് D/2. ഈ വലിയ ചാപത്തിന്റെ സെൻട്രൽ ആംഗിളായ D/2 അങ്ങനെയും പറയാം അല്ലെ? ഇപ്പൊ ഈ എടുക്കുന്ന ബിന്ദുക്കൾ എയും ബിയും ഒരു ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സ് ആണെങ്കിലോ, ഈ എയും ബിയും ഒരു ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സ് ആണെങ്കിലും ഈ വൃത്തം രണ്ടായിട്ട് ഭാഗിക്കുന്നുണ്ട്. ഇപ്പൊ ഈ രണ്ട് വൃത്തങ്ങൾ എങ്ങനെയാണ്? അർദ്ധവൃത്തങ്ങളാണ്. ഇപ്പൊ ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 180. അപ്പൊ ഇതിന്റെ സെൻട്രൽ ആംഗിളോ
അപ്പം ഈ ചാപത്തിന്റെയും അതിന്റെ മറുചാപത്തിന്റെയും സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ എത്രയാണ്? ഈ കോണം എന്ന് പറയുന്നത് 180ന്റെ പകുതി 90. ഈ കോണം 180ന്റെ പകുതി അതും 90 അല്ലേ. അപ്പൊ ഇവിടെ രണ്ടിന്റെ സെൻട്രൽ ആംഗിൾ ഈക്വൽ ആണ്. അപ്പം ഇതിന്റെ പകുതിയാണ് ഇവിടെ വരുന്നത്, ഇതിന്റെ പകുതിയാണ് ഇവിടെ വരുന്നത് അല്ലേ. ഇതേ ഉള്ളൂ. അപ്പം സിയുടെ പകുതിയാണ് ഈ കോണം എന്ന് പറയുന്നത്, ഡിയുടെ പകുതിയാണ് ഇതെന്ന് പറയുന്നത് അല്ലേ. വലിയ ചാപത്തിലെ ഒരു ബിന്ദുവുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് ചെറിയ ചാപത്തിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയും, ചെറിയ ചാപത്തിലെ ഒരു ബിന്ദുവുമായിട്ട് ഈ എയും ബിയും ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് വലിയ ചാപത്തിന്റെ അതിന്റെ മറുചാപത്തിലെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയുമാണ്. ഇനി നമുക്ക് ഈ രണ്ട് കോണുകളൊന്ന് കൂട്ടി നോക്കാം. C/2 D/2 ഒന്ന് കൂട്ടി നോക്കാം. ഈ വലിയ ആർക്കിലെ എന്താണ് ഈ വലിയ ചാപത്തിലെ ഒരു കോണായ APB C/2 പ്ലസ് വലിയ ചാപത്തിലെ കോണായ C/2 ഈ ചെറിയ ചാപത്തിലെ കോണായ D/2 ഒന്ന് കൂട്ടി നോക്കാം. സമത്വരം പറ 2 C+D, അതായത് C/2 പ്ലസ് D/2 C+D/2 അല്ലേ. എന്താണ് C+D എന്ന് പറയുന്നത്? C+D എത്രയാണ്? C+D എന്ന് പറയുന്നത് 360 ഡിഗ്രി അല്ലേ. അപ്പൊ സി ഡി കൂടെ കൊടുത്ത 360 ഡിഗ്രി അല്ലേ. അപ്പൊ 360/2 സമത്ര ഡിഗ്രി 180 ഡിഗ്രി. അപ്പം ഈ കോണുടെ കൂട്ടുമ്പോഴേ അതായത് വലിയ ചാപത്തിലെ കോണം ഈ ചെറിയ ചാപത്തിലെ കോണോടെ കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടോ കൂട്ടുന്നത് എന്താണ് പറ 180 ഡിഗ്രി. അപ്പൊ രണ്ട് കോണുകളുടെ തുക 180 ഡിഗ്രി ആണെങ്കിൽ ആ കോണുകളുടെ പേര് വിളിക്കുമ്പോൾ നമ്മൾ എന്താണ്? സപ്ലിമെന്ററി ആംഗിൾസ് അല്ലെ, അനുപൂരക കോണുകൾ എന്ന് പറയും. അതായത് അപ്പൊ ഈ കോണും എന്ത് കോണുകളാണ്? അനുപൂരക കോണുകളാണ്, അല്ലെങ്കിൽ സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 51-ാം പേജിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതായത് ദ ആംഗിൾ മെയ്ഡ് ബൈ എനി ആർക്ക് ഓഫ് എ സർക്കിൾ ഓൺ ദ ആൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ ആംഗിൾ മെയ്ഡ് ദ, അതായത് വൃത്തത്തിലെ ഏത് ചാപവും കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ. അതായത് ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് അതിന്റെ മറുചാപത്തിലെ കോണിന്റെ അളവ്. അതുപോലെ ഈ ചാപത്തിലെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് അതിന്റെ മറുചാപത്തിലെ കോൺ. ഈ കോൺ എന്ന് പറയുന്നത് ഇതിന്റെ പകുതി, ഈ കോൺ എന്ന് പറയുന്നത് ഇതിന്റെ പകുതി. ഓരോ ചാപത്തിലുണ്ടാകുന്ന കോണിന്റെ അളവ് എന്ന് പറയുന്നത് അതിന്റെ മറുചാപത്തിലെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ്. അതുപോലെ ഈ ആംഗിൾ C/2 ആണ് എങ്കിൽ എന്താണ്? ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഇങ്ങനെ വരച്ചാലും അത് C/2 ആണല്ലോ. ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഇങ്ങനെ വരച്ചാലും അത് C/2 ആണ്. ഇവിടെ എന്താണ്? വലിയ ആർക്കിൽ ഏതൊരു ബിന്ദു എടുത്താലും എന്താണ്? ആ ബിന്ദുവുമായിട്ട് എയും ബിയും ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോണിന്റെ അളവ് എന്ന് പറയുന്നത് ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ്, C/2 ആണ് അല്ലെ. ഇവിടെ എടുത്താലും അത് C/2 ആണ്, ഇങ്ങനെ എടുത്താലും C/2 ആണ്. അതുപോലെ തിരിച്ച് ഈ ചാപത്തിലെ ഏതൊരു ബിന്ദുവും എന്താണ്? ഈ എയും ബിയും ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതി, അതായത് അപ്പം എന്താണ്? D/2 അല്ലേ. അപ്പം ഈ ചാപത്തിലെയും ഏതൊരു ബിന്ദു എടുത്താലും ഈ എയും ബിയും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് D/2 ആണ്. കാര്യം എന്താണ്? ഈ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് D ആണ്. അപ്പം ഇങ്ങനെ ഒരു ആംഗിൾ എടുത്താലും D/2 ആണ്, ഇങ്ങനെ എടുത്താലും D/2 ആണ്, ഇങ്ങനെ എടുത്താലും D/2 ആണ്. അപ്പൊ എല്ലാം എന്താണ്? അതിന്റെ ഏതൊരു ചാപത്തിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ്. അപ്പൊ നിങ്ങൾ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ആൾ ആംഗിൾസ് മെയ്ഡ് ബൈ ആൻ ആർക്ക് ഓൺ ദ alternate arc are equal and a pair of angle on an arc and its alternate arc are supplementary. അതായത് വൃത്തത്തിലെ ഒരു ചാപം മറുചാപത്തിലുണ്ടാകുന്ന കോണുകളെല്ലാം തുല്യമാണ്. അതേ ചാപത്തിലും മറുചാപത്തിലുണ്ടാകുന്ന ഏത് ജോഡി കോണുകളും അനുപൂരകമാണ്. അപ്പം ഇതിന്റെ ഒരു ചാപത്തിലും അതിന്റെ മറുചാപത്തിലുണ്ടാകുന്ന ഏതൊരു ജോഡി കോണുകളും അനുപൂരകങ്ങളാണ്. ഒരു ചാപത്തിലുണ്ടാകുന്ന കോണും അതിന്റെ മറുചാപത്തിലുണ്ടാകുന്ന കോണിന്റെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പഠനം കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ആംഗിൾ 45 ഡിഗ്രിയാണ് എങ്കിൽ ഈ ആംഗിൾ 45 ഡിഗ്രിയാണ് എങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാവും? അതായത് ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ ആണ് 45 ഡിഗ്രി അല്ലേ. അപ്പം ഈ കോണെന്ന് പറയുന്നത് അതിന്റെ മറുചാപത്തിലെ ഒരു ആംഗിൾ ആണ് ഇത്. അപ്പം ഈ കോണിന്റെ അളവ് എന്ന് പറയുന്നത് ഇതിന്റെ മറുചാപമായ ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ 45 ഡിഗ്രി അല്ലേ. അപ്പം ഈ കോണിന്റെ അളവ് എന്ന് പറയുന്നത് 45 ഡിഗ്രിയുടെ പകുതിയാണ്. 45 ഡിഗ്രിയുടെ പകുതിയാണ് പറയാം 22.5 ഡിഗ്രി അല്ലേ. അപ്പൊ ഇത് ഈ കോണെന്ന് പറയുന്നത് 22.5 ഡിഗ്രിയാണ് അല്ലേ. അപ്പം ഈ കോണിന്റെ അളവ് 45 ഡിഗ്രി ആണെങ്കിൽ
ഇതിന്റെ അളവ് 22 ഡിഗ്രിയാണ്. ഇനി ഇതിന്റെയും പകുതി നിർമ്മിക്കണമല്ലോ. ഈ കോണിന്റെയും പകുതി നമുക്ക് നിർമ്മിക്കണം. എന്ത് ചെയ്യും? അതിനായിട്ട് ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് എന്താണ് ഇതിന്റെ ഇത് ആരമായിക്കോട്ടെ ഇവിടെ വെച്ചുകൊണ്ട് മറ്റേ സർക്കിളിന്റെ ഡയമണ്ടിന്റെ പകുതി ആരമായിക്കൊണ്ട് ഞാൻ വേറെ സർക്കിൾ വരയ്ക്കുകയാണ്. ഇവിടെ വെച്ചുകൊണ്ട് ഇതിന്റെ ഡയമണ്ട്, അതായത് ഇത് റേഡിയസ് ആയിക്കൊണ്ട് ഈ സർക്കിൾ ഡയമണ്ടിന്റെ പകുതി റേഡിയസ്, അതായത് ഇത് റേഡിയസ് ആയിക്കൊണ്ട് എന്താണ് ഞാൻ വേറെ സർക്കിൾ വരച്ചു. ഇനി എന്ത് ചെയ്യുന്നു? ഞാൻ ഇതിവിടെ കൂട്ടിമുട്ടിക്കുന്നു. ഈ ലൈൻ ഞാൻ കൂട്ടിമുട്ടിക്കുന്നു. എന്നിട്ട് ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ ഒരു ആംഗിൾ നിർമ്മിച്ചു. ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? അപ്പം ഇവിടെ ചാപം കണ്ടല്ലോ, ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ ആണ് 22 ഡിഗ്രി അല്ലേ. അപ്പം ഈ കോണിന്റെ അളവ് എന്ന് പറയുന്നത് 22 ഡിഗ്രിയുടെയും പകുതിയാണ് അല്ലേ. 22യുടെ പകുതി എത്രയാണ്? 11.25 അല്ലേ. അപ്പം 11.41 ഈ കോണിന്റെ അളവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ കോണിന്റെ അളവിന്റെ പകുതിയാണ് ഈ കോണിന്റെ അളവ്. ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഈ വലിയ ചാപത്തിലെ ഈ കോൺ എന്ന് പറയുന്നത് ഇതാണ് ഈ ചാപത്തിലെ സെൻട്രൽ ആംഗിളിന്റെ പകുതി, 22യുടെ പകുതി എത്രയാണ്? 11.41 ഈ കോണിന്റെ അളവ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലെ 52-ാം പേജിൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. Draw a triangle of angles 30 degree, 70 degree, 80 degree and of circumradius 2.5 cm. അതായത് 2.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചിട്ട് അതിനകത്ത് ആ സർക്കിളിനകത്ത് 30 ഡിഗ്രി, 70 ഡിഗ്രി, 80 ഡിഗ്രി വരത്തക്ക രീതിയിൽ ഒരു എന്താണ് ട്രയാങ്കിൾ നിർമ്മിക്കണം. അതായത് 30 ഡിഗ്രി, 70 ഡിഗ്രി, 80 ഡിഗ്രി ആംഗിളുള്ള ട്രയാങ്കിൾ വരച്ചിട്ട് അതിനൊരു പരിവൃത്തം നിർമ്മിക്കണം. ആ പരിവൃത്തത്തിന്റെ ആരം റേഡിയസ് എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ ആയിരിക്കണം അല്ലെ. അപ്പൊ അതിനാദ്യം നമുക്ക് 2.5 സെന്റിമീറ്റർ ആരമുള്ള ഒരു സർക്കിൾ വരയ്ക്കാം. ഞാനിവിടെ 2.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചു. അപ്പം ഈ സർക്കിളിനകത്ത് എന്താണ് 30 ഡിഗ്രി, 70 ഡിഗ്രി, 80 ഡിഗ്രി ആംഗിൾ ഒരു ട്രയാങ്കിൾ നിർമ്മിക്കണം. അപ്പം ആ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ആ ട്രയാങ്കിളിന്റെ 3 മൂലകളും എന്താണ് ഈ സർക്കിളിലെ ബിന്ദുക്കളായിരിക്കണം. അതായത് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ആ ട്രയാങ്കിളിന്റെ 3 വശങ്ങളും എന്തായിരിക്കണം? ഈ സർക്കിളിന്റെ കോഡായിരിക്കണം അല്ലെ. ഇത് വരയ്ക്കുന്നതിനായിട്ട് ഞാൻ ആദ്യം ഈ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി വരത്തക്ക രീതിയിൽ ഞാൻ ഒരു കോൺ ഇവിടെ നിർമ്മിക്കുകയാണ്. ഒരു സെൻട്രൽ ആംഗിൾ നിർമ്മിക്കുകയാണ്. അതായത് 60 ഡിഗ്രി ഇവിടെ സെൻട്രൽ ആംഗിൾ വരണം. ഇവിടെ നോക്കുക, ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ ആണ് അല്ലേ. ഈ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പം ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആണ് എങ്കിൽ ഈ ചാപത്തിന്റെ മറുചാപത്തിൽ എവിടെ ഒരു പോയിന്റ്സ് എടുത്തിട്ട് ഈ എയും ബിയും ജോയിൻ ചെയ്താലും കിട്ടുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്? ഈ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ മറുചാപത്തിൽ ഏതൊരു പോയിന്റ് എടുത്ത് ഈ എയും ബിയും ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് അവിടെ കിട്ടുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കില്ലേ. അതായത് നമുക്ക് വേണ്ട ട്രയാംഗിളിന്റെ ഒരു ആംഗിൾ 30 ഡിഗ്രി അല്ലേ. അപ്പൊ ഇത് 60 ഡിഗ്രി ആണ് എങ്കിൽ ഇതിന്റെ മറുചാപത്തിൽ എവിടെ ബിന്ദു എടുത്താലും നമുക്ക് എയും ബിയും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾ എത്ര? 30 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ബിന്ദു എടുത്താൽ പോരാ. പിന്നെ നമുക്ക് കോണുകളെല്ലാം 30, 70, 80 തന്നെ വേണം. നമ്മൾ വരയ്ക്കാൻ പോകുന്ന ട്രയാംഗിളിന്റെ കോണുകൾ 30 ഡിഗ്രി, 70 ഡിഗ്രി, 80 ഡിഗ്രി തന്നെ വേണം. അതിനായിട്ട് ഞാനിവിടെ എ ബി ജോയിൻ ചെയ്തു. അപ്പൊ എയിൽ നിന്ന് എന്താണ് എയും ബിയും ഇവിടെ ഈ ചാപത്തിലെ ഏതൊരു ബിന്ദുവുമായിട്ടും ജോയിൻ ചെയ്യാൻ ഇവിടെ കിട്ടുന്ന ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ഒരു ആംഗിൾ നമുക്ക് നിശ്ചയമായി ഇവിടെ 30 ഡിഗ്രി കിട്ടുമെന്ന് മനസ്സിലായി. അപ്പൊ മറ്റൊരു ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? 70 ഡിഗ്രി, 80 ഡിഗ്രി ആയിരിക്കണം അല്ലെ. അതിനെന്ത് ചെയ്യും? ഞാൻ ഈ പ്രൊട്രാക്ടർ എടുത്തിട്ട് ഈ ആംഗിൾ എ ഞാൻ 70 ഡിഗ്രി എടുക്കുകയാണ്. ആംഗിൾ എ 70 ഡിഗ്രി എടുക്കുന്നു. ഈ ആംഗിൾ എ 70 ഡിഗ്രി എടുത്തുകൊണ്ട് ഞാൻ ഈ ലൈൻ അങ്ങ് എ സി അങ്ങ് ജോയിൻ ചെയ്തു. അപ്പം ഈ ഇവിടെ 70 ഡിഗ്രി എടുത്തിട്ട് ഞാൻ ഇവിടെ ഈ ലൈൻ ഞാൻ നെട്ടി വരച്ചു. ഈ സർക്കിളിനെ ഈ ബിന്ദു കൂട്ടുപിടിച്ചു അല്ലെ. ഇനി ഞാൻ സിയും ബിയുമായിട്ട് ജോയിൻ ചെയ്യാണ്.
ഞാൻ സെയും ബിയും ജോയിൻ ചെയ്തു. ഇനി നോക്കുക, ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 70 ഡിഗ്രി അല്ലേ. ഈ ആംഗിളോ? ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? എത്ര ഡിഗ്രിയാണ്? ഇതിന്റെ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി അല്ലേ. അപ്പൊ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 60ന്റെ പകുതി 30 ഡിഗ്രി അല്ലേ. 30 ഡിഗ്രി. അപ്പൊ ഇത് 70 ആണ്, ഇത് 30 ആണ്. 70, 30, 100 അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഈ ബി എന്ന് പറയുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നമ്മൾ അളക്കേണ്ട കാര്യമില്ല അല്ലേ. അപ്പം ഇത് 70 ഡിഗ്രി അല്ലേ. അപ്പൊ ഇത് 30 ഡിഗ്രി. അപ്പൊ 70, 30, 100, 100, 80, 180. നമ്മുടെ ചോദ്യം ഇതാണ്, ഡ്രാ എ ട്രയാംഗിൾ ഓഫ് ആംഗിൾസ് 30 ഡിഗ്രി, 70 ഡിഗ്രി, 80 ഡിഗ്രി ആൻഡ് ഓഫ് സർക്കം റേഡിയസ് 2.5 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ ഇത് വരയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം 2.5 സെന്റിമീറ്റർ റേഡിയസിലൊരു സർക്കിൾ നിർമ്മിച്ചു. എന്നിട്ട് ഇവിടെ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി എടുത്ത രീതിയിൽ ഇവിടെ ഒരു ആംഗിൾ നിർമ്മിച്ചു. ഞാൻ ഈ ലൈൻ അങ്ങ് ജോയിൻ ചെയ്തു, എ ബി എന്ന ലൈൻ ജോയിൻ ചെയ്തു. അപ്പൊ എയും ബിയും ഈ എന്താണ്, അപ്പൊ ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി. അപ്പം ഈ എയും ബിയും ഈ മറുചാപത്തിന്റെ ഏത് ബിന്ദു എടുത്ത് ജോയിൻ ചെയ്താലും എത്ര ഡിഗ്രി കിട്ടും? 30 ഡിഗ്രി കിട്ടും. പക്ഷെ നമുക്ക് ഏത് ബിന്ദു എടുത്താൽ പറ്റില്ല. പിന്നെ മറ്റു രണ്ട് കോണുകൾ 70 ഡിഗ്രി, 80 ഡിഗ്രി ആയിരിക്കണം. അതിന് ഞാൻ ഈ കോൺ 70 ഡിഗ്രി എടുത്തു, ഈ ലൈൻ ജോയിൻ ചെയ്തു. എന്നിട്ട് ഞാൻ ബിയും സിയും കൂടെ ജോയിൻ ചെയ്തു. അപ്പം ഇത് 70 ഡിഗ്രി, ഇത് 30 ഡിഗ്രിയാണ് മനസ്സിലായി. ഈ സ്വാഭാവികമായിട്ട് ഈ ആംഗിൾ എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. തിരിച്ചും ചെയ്യാം. ഇവിടെ 80 ഡിഗ്രി എടുത്താൽ മതി, 80 ഡിഗ്രി ജോയിൻ ചെയ്താൽ മതി, ശരിയാവും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ടെസ്റ്റില് 53-ാം പേജില് 1, 2, 3, 54-ാം പേജില് 4, 5, 6, 7, 8 പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾ ആ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്തു വയ്ക്കുക. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിന്റെ ആൻസർ ഇടുന്നതാണ്.